ഈ CPM-ൽ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നവരും അദ്ദേഹത്തെ വിളിക്കാത്തവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കോൺഗ്രസിലേക്ക് പടർന്നിരിക്കുകയാണ്. അവിടെ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമാണ്. ആ തർക്കം രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ VD സതീശനുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ടീമിൻ്റെ ക്യാപ്റ്റനാകാൻ വേണ്ടി വലിയ സംഘർഷം നടക്കുകയാണ് അവിടെ. അതിപ്പോഴേ ഈ കപ്പിത്താന്മാർ ഒരുപാട് പേരുണ്ടല്ലോ, മുഖ്യമന്ത്രിയാകാൻ പലരും ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ഒന്നിലധികം പേര് കോൺഗ്രസ്സുകാർക്ക് കൊടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഇതിന് ഇത്ര വർഷം 2.5 വർഷം വെച്ചാക്കണമായിരുന്നു. കർണാടകത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങനല്ലേ, 2.5 വർഷം അല്ലേ? പക്ഷെ ഇപ്പൊ മാറിക്കൊടുക്കുമെന്ന് അറിയത്തില്ല, മാറാനുള്ള സാധ്യത അത് എല്ലാത്തിലും അങ്ങനെ തന്നെ. ഇവർ മാറത്തില്ല കേട്ടോ. ഇവിടെ നമ്മുടെ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ലേ, ആന്റണി രാജു അള്ളിപ്പിടിച്ച് കിടക്കാൻ നോക്കിയില്ലേ, 2.5 വർഷം കഴിഞ്ഞ് മാറാതെ ഏത് തരത്തിൽ ഗണേശനെ ഒതുക്കാമെന്നുള്ളത് ഇങ്ങനെ നോക്കി നടന്നു. അതുപോലെയൊക്കെയുള്ള ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിൽ പിന്നീട് തീർച്ചപ്പെടുത്താം. ഇതിപ്പോൾ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താ, നിലമ്പൂരിലെ ക്രെഡിറ്റ് ആർക്ക് പോയി എന്നുള്ളതാണ്. VD സതീശൻ ക്രെഡിറ്റിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി കസേര ആണോ? കാരണം നിലമ്പൂരിലെ വിജയം നമ്മളെല്ലാം പറയുന്നുണ്ടല്ലോ, ഇത് സെമി ഫൈനലാണ്. ഇവിടുന്നുള്ള വിജയം അങ്ങോട്ട് പിന്നീട് കോൺഗ്രസ്സിന് 2026 ഭരണം കിട്ടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണെന്ന് നമ്മൾ പറയുകയും ചെയ്തു. അപ്പോൾ അത് ആ ക്രെഡിറ്റ് എടുക്കുന്നതിൽ മത്സരമാണിപ്പോൾ. അല്ലെ, രമേശ് ചെന്നിത്തല പറയുന്നതാണ് രസകരമായ കാര്യം. താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പല തവണയും വിജയം കൊയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ ആരും ക്യാപ്റ്റനായി എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ക്യാപ്റ്റൻ VD സതീശനാണെന്ന്. ഇത് ക്യാപ്റ്റൻ എന്ന് വിളി തന്നെ വന്നല്ലേ VD സതീശന്. എനിക്ക് സംശയം VD സതീശൻ വിളിപ്പിക്കുന്നതായിരിക്കാം. അത് ഈ അവരുടെ CPM-ലെ കണ്ടിട്ട് ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാകട്ടെ എന്ന് തന്നെ ആയിരിക്കും കണക്ക് കൂട്ടുന്നത്. രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ വീണ ജോർജിനെ പോലെ ഒരു നേതാവ് എന്തായാലും കോൺഗ്രസിൽ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ കപ്പിത്താനെന്ന് വിളിച്ചേനെ, ആടി ഉലയില്ല അന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്തല്ലേ സ്പ്രിംഗ്ലർ വിവാദവും ഒക്കെ ഉണ്ടായത്. പല കാര്യങ്ങളും സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളെയൊക്കെ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തുകൊണ്ട് തടഞ്ഞു നിർത്താനായിട്ട് സാധിച്ചു. പക്ഷേ എന്തുകൊണ്ടോ മുഖ്യമന്ത്രി പദത്തിലേക്ക് അടുക്കാനായിട്ട് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ചെന്നിത്തലയ്ക്കൊക്കെ ഒരു വല്ലാത്ത ആശങ്കയുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇവർക്കൊക്കെ ഈ BP കൂടും ഇനി അങ്ങോട്ട്. കാരണം UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു രീതിയിൽ തന്നെ ആ ഒരു മൂഡിലേക്ക് മാറി കേരളം. നിലമ്പൂരിലെ വിജയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നിട്ടുണ്ട്. അതെ, പെരുന്നേലെ പോപ്പിന്റെ പ്രഖ്യാപനം, ചെന്നിത്തല തന്നെ യോഗ്യനെന്നുള്ള മട്ടില്. അപ്പൊ ഇവർക്ക് ഒരു ടെൻഷനായി തുടങ്ങി. കാരണം VD സതീശൻ നിൽക്കുന്നു, രമേശ് ചെന്നിത്തല തരൂര് പോയി, പോട്ടെ ഔട്ടായി. വേണുഗോപാലിനെ സമയമാകുമ്പോൾ ഇറക്കി വിടുകയും ചെയ്യും. അടൂർ പ്രകാശും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മത്സരിക്കുമെന്നാണ്. ഇവിടെ അടൂർ പ്രകാശിന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കും നിയമസഭയിലേക്ക്. കാരണം അടൂർ പ്രകാശിനും ചില കാര്യങ്ങൾ നോട്ടമുണ്ട്. അടൂർ പ്രകാശും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലേ? കാരണം SNDP വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഈ അടൂർ പ്രകാശിന് കോന്നി വിട്ട് ആറ്റിങ്ങലിൽ വരാൻ യാതൊരു താല്പര്യവും ഉണ്ടല്ല MP ആയിട്ട്. ഇത് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായ ഒരു പാരവയ്പ്പാണ്. അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. 2019 കേന്ദ്രത്തിൽ 2019 ആറ്റിങ്ങൽ മത്സരിക്കുന്നത്. കേന്ദ്രത്തിൽ നമ്മുടെ ഈ കോൺഗ്രസ് അധികാരത്തിൽ വരും, അപ്പോൾ എന്തെങ്കിലും സഹമന്ത്രി സ്ഥാനവും ഒക്കെ കിട്ടുമെന്നും പറഞ്ഞ് പതുക്കെ ഒതുക്കിയത്. ഇനി എന്തായാലും കേന്ദ്ര ഇവർക്ക് ആർക്കും നോട്ടമില്ല. അങ്ങനെയാണല്ലോ കുഞ്ഞാലിക്കുട്ടിയും പോയത്. ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവെന്നുള്ള രീതിയിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും ഒപ്പിക്കാം. പണ്ട് അഹമ്മദ് ഇരുന്നിട്ടുണ്ട്, അതുപോലെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായി കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു രക്ഷയുമില്ല, ഇനി ഒരു കുറേ കാലത്തേക്ക് നമ്മുടെ ഈ പുരുഷായുസിൽ ഇനിയും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരികെ പോരുകയും ചെയ്തു. അപ്പോൾ അതുപോലെ ഈ അടൂർ പ്രകാശിനെ അങ്ങോട്ടേക്ക് വിട്ടു നോക്കിയതാണ്. ഇദ്ദേഹത്തെ അങ്ങ് ഒതുക്കാം, ഓരോരുത്തരെ അങ്ങ് ഒതുക്കി ഓരോരുത്തരെ തിരുത്താമല്ലോ. പക്ഷേ ഇദ്ദേഹത്തിന് കോന്നി വിട്ടു പോകാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നില്ല. കോന്നി ഇദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. കോന്നിയിൽ
വലിയ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ജനങ്ങൾ ഇനി അങ്ങോട്ട് പോയി നിന്നാലും കോന്നിയിൽ അടൂർ പ്രകാശ് നിന്നാൽ മാത്രമേ കോൺഗ്രസിന് ആ സീറ്റ് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം കോന്നിയിൽ ചെന്നാൽ അദ്ദേഹം ജനങ്ങൾ അംഗീകരിക്കും. ഇപ്പോൾ അവിടുത്തെ MLA ജനീഷ് കുമാറാണ്. ഇത്രയും വലിയ എതിർപ്പ് ജനങ്ങളുടെ ഇടയിൽ അതിശക്തമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹവും മുഖ്യമന്ത്രി സ്ഥാനത്ത് യോഗ്യനാകും. അപ്പം 2-3 പേരായി. പിന്നീട് വേണുഗോപാലും ഉണ്ട്. അപ്പോൾ ചെന്നിത്തലയ്ക്ക് ഒരു ആശങ്ക ഉണ്ടാകത്തില്ലേ? ചെന്നിത്തലയ്ക്ക് ഇപ്പം കിട്ടുകയാണ്, ഇപ്പം കിട്ടണം. ഈ 2026 കിട്ടണം. ഇല്ല പിന്നെന്നാ കിട്ടുന്നത്? 2031 ആവും. 2031 ആകുമ്പോഴത്തേന് ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി മാറും. കോൺഗ്രസ് പിന്നെ അങ്ങോട്ടുണ്ടോയെന്നറിയത്തില്ല. BJP ഇതിനിടയ്ക്ക് എത്ര മുന്നേറ്റം കുറിക്കുമെന്ന് നമ്മൾ നോക്കണം. 2031 BJP ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ തകർക്കും. പിന്നെ 31 വരെ ഇരിക്കുമ്പോഴത്തേന് ചെന്നിത്തലയ്ക്കും പ്രായമാകുകയല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്വപ്നം ഇല്ലാതാകുന്നു. അപ്പോൾ പിന്നെ ചിലപ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകും. എന്തെങ്കിലും നല്ല സ്ഥാനം അവിടെ ലഭിക്കുകയും ചെയ്യും. BJP കാർപ്പറ്റ് വിരിച്ചു കൊടുക്കും അങ്ങോട്ടേക്ക്. കാരണം കോൺഗ്രസിൽ നിന്ന് ചെന്നിത്തലയെ പോലുള്ളൊരു മുതിർന്ന നേതാവ് BJPയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് തന്നെ ചെന്നിത്തലയെ ആശങ്കപ്പെടുത്തുന്ന കാര്യം യൂത്ത് കോൺഗ്രസിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനോടൊപ്പം മത്സരിച്ച പലരും ഇന്ന് പല സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമായി പ്രധാനപ്പെട്ട എല്ലാ ചുമതലകളും വഹിച്ചു കഴിഞ്ഞു. അപ്പോഴും അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഓടുക. അതെ, പക്ഷെ അത് ശരിയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ് യോഗ്യൻ എന്തുകൊണ്ടും. ചെന്നിത്തലയാണ് അതിന് ഡിസർവ്. ചെന്നിത്തലയ്ക്ക് അതിൻ്റെ ഒരു സീനിയോറിറ്റിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വന്ന VD സതീശനെ പ്രതിപക്ഷ നേതാവായി എന്നുള്ള കാരണത്താൽ അത് കൊടുക്കുന്നത് ശരിയുമല്ല. ഈ ചെന്നിത്തല അതിനിടയ്ക്ക് ഒരു വെട്ടുട വെട്ടി കൊടുത്തു. നിലമ്പൂരിലെ വിജയത്തിൻ്റെ പേരിലാണല്ലോ VD സതീശനെ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ അവിടെ യഥാർത്ഥ വിജയത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ലീഗിനാണെന്നും കൂടി ചെന്നിത്തല പറഞ്ഞു. ശരിയാണ്. ഇത് ചെന്നിത്തല മാത്രമല്ല പറയുന്നത്, കോൺഗ്രസിലെ ഒട്ടുമുഖ്യ പ്രവർത്തകരും പറയുന്നുണ്ട് ലീഗിനാണ് നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം ലീഗ് അവിടെ വളരെ നിശബ്ദമായി ഈ വലിയ ബഹളമൊന്നുമില്ലാതെ വളരെ കാര്യമായ പ്രവർത്തനമായിരുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ഒരു നേതാവ് വീടുകളിൽ എല്ലായിടത്തും കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, മുസ്ലിം മെജോറിറ്റി ഉള്ള മണ്ഡലമാണ്, ഒപ്പം തൊട്ട് താഴെ ഹിന്ദു ഉണ്ട്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി ചെല്ലുമ്പോൾ അതിൻ്റെ ലെവലൊന്നും മാറുകയാണ്. അങ്ങനെ അവിടെ എല്ലായിടങ്ങളും ചെന്ന് ഒരു ക്യാമ്പയിൻ മാനേജരായിട്ട് പ്രവർത്തിച്ചു. 1000-ലധികം പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നും പറയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി. UDF-നകത്തുണ്ടായിരുന്ന തർക്കവും പിന്നെ അതുപോലെ മണ്ഡലത്തിനകത്ത് നിരവധി ആവശ്യങ്ങളും വോട്ട് തേടി ചെല്ലുമ്പോൾ ഉന്നയിക്കും. അതൊക്കെ പരിഹരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നിത്തല എന്ത് ചെയ്തു? പിന്നെ VD സതീശൻ്റെ അടുക്കൽ ഉള്ള ബോൾ അങ്ങ് തട്ടിയെടുത്ത് അങ്ങ് ലീഗിൻ്റെ കയ്യിലോട്ടങ്ങ് കൊടുത്തു. ലീഗാണ്, നമ്മൾ രണ്ടുപേരും അല്ല എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റി എന്നുള്ളത്. അല്ല, അന്ന് ആ ചർച്ച ഉയർന്നതിന് പിന്നാലെ തന്നെ, മുഖ്യമന്ത്രി ചർച്ച ഉയർന്നതിന് പിന്നാലെ തന്നെ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി സംസാരിച്ച ഒരു മുസ്ലിം ലീഗുമാണ്. മുസ്ലിം ലീഗ് പലതവണ പറയുന്നുണ്ട് ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനും മുഖ്യമന്ത്രി ആയാനും കഴിവുള്ള ഒരു നേതാവാണെന്ന് പലതവണ ആവർത്തിക്കുകയാണ്. അതെ, കാരണം അത് എന്തുകൊണ്ടും ശരിയാണ്. കാരണം അവർക്ക് VD സതീശൻ അവർ പല ഘട്ടത്തിലും എതിർത്തിട്ടുമുണ്ട്. അദ്ദേഹം അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ്, ലീഗിനെ പരിഗണിക്കുന്നില്ല എന്ന രീതിയിൽ ലീഗ് പലവണ പറഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അൻവറിനെ തടയിട്ടതിൽ VD സതീശനല്ലേ, അതിലൊരല്പം പരിഭവമാർക്ക് കാണും. തീർച്ചയായിട്ടും ലീഗിനും കാണും. കാരണം ലീഗിൻ്റെ കൂടെ നിർത്തേണ്ട ഒരാളെന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോൾ അൻവറിനെയും ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അൻവറിൻ്റെ വിഷയം വരുമ്പോൾ അത് വേറെ കുറേ കാര്യങ്ങളിലേക്കൊക്കെ മാറും. അൻവർ നല്ലപോലെ ബാർഗെയിനിങ് നടത്തും. അത് നമ്മൾ കണ്ടതാണ്. UDF-ലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അൻവർ ബാർഗെയിനിങ് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ചെന്നിത്തല അടിച്ച ഗോൾ ഏതായാലും കൊള്ളാം. അതോടൊപ്പം തന്നെ അത് മുസ്ലിം ലീഗ് ഈ VD സതീശനെ പരിഗണിക്കാതിരിക്കുന്നതിനുള്ള ഒരു കാരണം ഇതാണ്. രമേശ് ചെന്നിത്തലാണെങ്കിൽ അവരെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഇരുന്നത് പോലെ ലീഗിന് തന്നെ ഒരു ഭരണം നടത്താം. അതെ, പക്ഷെ VD സതീശന്റെ മന്ത്രിസഭയിൽ ഒരിക്കലും ലീഗിന് ആ ഭരണം അവരുടെ ബാർഗെയിനിങ് നടക്കത്തില്ല എന്നുള്ളതാണ്. ബാർഗെയിനിങ് നടക്കത്തില്ല. ഇവർ ഇപ്പോൾ കാണുന്നത് ഒരു 5 മന്ത്രിസ്ഥാനം ഒരു ഉപമുഖ്യമന്ത്രിയുമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ലീഗിൻ്റെ കോർട്ടിലോട്ട് ബോൾ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ലീഗാണിപ്പം നിലമ്പൂരിലെ വിജയശില്പി എന്നുള്ള രീതിയിൽ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.